തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിർണായക കൌൺസിൽ യോഗം. അയോഗ്യതാ ഭീഷണിയിൽ കൌൺസിലർ ആർ സുഗതൻ. അവധി അപേക്ഷ പാസാക്കി പ്രതിസന്ധി മറികടക്കാൻ ബിജെപി നീക്കം. പ്രതിഷേധമുയർത്താൻ പ്രതിപക്ഷം. PM ശ്രീയിൽ UDF-ൽ ഭിന്നത. കൺവീനറെ തള്ളി PK കുഞ്ഞാലിക്കുട്ടി. UDF-ൽ ചർച്ച നടന്നിട്ടില്ല, എങ്ങനെ പിന്മാറാൻ കഴിയുമെന്ന് ആലോചിക്കുന്നെന്നും കുഞ്ഞാലിക്കുട്ടി. കൺവീനർ എല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് രമേശ് ചെന്നിത്തല. PM ശ്രീയിൽ കരിക്കുലം സംസ്ഥാനം തീരുമാനിക്കുമെന്നും പ്രതികരണം. തർക്കമുണ്ടായിട്ടില്ലെന്ന് അടൂർ പ്രകാശ്. പ്രീ റോൾ കോൺ വിൽപ്പനയിൽ നിന്ന് പിന്മാറണമെന്ന് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളോട് ആഭ്യന്തരമന്ത്രി. ലഹരി വ്യാപനവുമായി ബന്ധപ്പെട്ട് പ്രീ റോൾ കോണുകൾ ഉപയോഗിക്കുന്നത് ഗൌരവതരം. ലഹരി വ്യാപാരത്തിന് ഡെലിവറി ബോയ്കളെ മറയാക്കരുത്. ആഭ്യന്തരമന്ത്രിയുടെ പ്രതികരണം ന്യൂസ് 18 വാർത്തയ്ക്ക് പിന്നാലെ. ന്യൂസ് 18 ഇംപാക്ട്. മുത്തങ്ങയിൽ പോലീസുകാരനെ കൊലപ്പെടുത്തിയതിൽ മരിച്ച രണ്ടാം പ്രതി മാത്രം കുറ്റക്കാരൻ. ഗീതാനന്ദൻ അടക്കം 56 പ്രതികളെയും വെറുതെ വിട്ടു. പോലീസ് ഉദ്യോഗസ്ഥനായ അബ്ദുൾ സലാമിനെയും വനപാലകരെയും കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഗീതാനന്ദൻ ഉൾപ്പെടെ 4 പേർക്ക് കഠിന തടവും പിഴയും. വിധിയിൽ തൃപ്തിയില്ലെന്ന് കൊല്ലപ്പെട്ട വിനോദിന്റെ സഹോദരൻ. രണ്ടാം വിള നെല്ല് സംഭരണം കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞിട്ടും പാലക്കാട് ജില്ലയിലെ നെൽകർഷകർക്ക് പണമില്ല. 10,000-ഓളം കർഷകർക്കായി കിട്ടാനുള്ളത് 350 കോടിയിലധികം രൂപ. ഓണക്കാലത്ത് പട്ടിണി സമരങ്ങൾക്ക് തയ്യാറെടുത്ത് കർഷകർ. ന്യൂസ് 18 വാർത്തയെ തുടർന്ന് 104 കോടി ഇന്ന് തന്നെ നൽകാമെന്ന് സിവിൽ സപ്ലൈസ് മന്ത്രി. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കുള്ള വീടുകളുടെ നിർമ്മാണം ആരംഭിച്ച് കോൺഗ്രസും. നിർമ്മാണം തുടങ്ങിയത് തറക്കല്ലിട്ട് മാസങ്ങൾ കഴിഞ്ഞ്. ആദ്യ ബ്ലോക്കിൽ 18 വീടുകൾ. പാർട്ടി വാഗ്ദാനം 100 വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന്. കാവേരിയിൽ തിളച്ചുമറിഞ്ഞ് കർണാടകയും തമിഴ്നാടും. ഓഗസ്റ്റ് 13-ന് കർണാടക ബന്ദിന് ആഹ്വാനം ചെയ്ത് കന്നഡിക സംഘടനകൾ. വിജയിയെ തഴയുമെന്ന് പ്രതിഷേധക്കാർ. 3-ാം തീയതിയിലെ മുഖ്യമന്ത്രിമാരുടെ കൂടിക്കാഴ്ച മാറ്റിവെച്ചു. കാവേരി ജലത്തിനായി സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് തമിഴ്നാട് മന്ത്രി നിർമ്മൽ കുമാർ. ഒരു തുള്ളി നൽകില്ലെന്ന് കർണാടക. 10-ാം ദിനവും പാർലമെന്റ് പ്രക്ഷുബ്ധം. അമിത്ഷാ പ്രതികരിക്കണമെന്ന ആവശ്യം കടുപ്പിച്ച പ്രതിപക്ഷം. ഇരുസഭകളും തിങ്കളാഴ്ച വരെ പിരിഞ്ഞു. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട സമരങ്ങളിലെ കേസുകൾ കേരളം പിൻവലിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഗാസയിൽ ബോർഡ് ഓഫ് പീസ് പദ്ധതി അംഗീകരിച്ച് ഹമാസ്. പൂർണ്ണമായും നിരായുധീകരണത്തിന് സമ്മതിച്ചു. പ്രതികരിക്കാതെ ഇസ്രയേൽ. പുതിയ അതോറിറ്റിക്ക് കീഴിൽ പലസ്തീനെ കൊണ്ടുവരുമെന്ന് ട്രംപ്. ഫുട്ബോൾ ആരാധകരെ ഞെട്ടിച്ച് വമ്പൻ പ്രഖ്യാപനം. ഇന്ത്യൻ ദേശീയ ടീമുമായി സൗഹൃദ മത്സരം കളിക്കാൻ ബ്രസീൽ വരുന്നു. ഒക്ടോബറിൽ ടീം കളിക്കുക കൊൽക്കത്തയിൽ. സൂപ്പർ താരം നെയ്മർ ബൂട്ടണിയുമോ എന്നതിൽ ആകാംക്ഷ. ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനോയ്ക്കെതിരെ കടുത്ത നിലപാടുമായി യുവേഫ. ലോകകപ്പ് സ്വകാര്യവൽക്കരണ പദ്ധതിയുമായി മുന്നോട്ടു പോയാൽ പൂർണ്ണ ബഹിഷ്കരണം. പദ്ധതി പൂർണ്ണമായും ഉപേക്ഷിക്കാതെ ഇനി ഒരു ഫിഫ മത്സരത്തിലും യൂറോപ്യൻ ടീമുകൾ പങ്കെടുക്കില്ല. പോളണ്ടിൽ നടക്കാനിരിക്കുന്ന വുമൺസ് അണ്ടർ 20 ലോകകപ്പ് പ്രതിസന്ധിയിൽ.